ഇന്ന് നമുക്ക് നാടൻ കേരള സ്റ്റൈൽ മട്ടൻ കറി വെക്കാം. അപ്പോൾ ഇത് കണ്ണൂർ സൈഡിലൊക്കെ നമ്മൾ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടാവുമ്പോൾ കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അത് ഇച്ചിരി സമയം മൂപ്പിക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ സവാള ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇനി കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കിയാൽ മതി, ഒരേ ഇളക്കലൊന്നും ചെയ്യേണ്ട, ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ എല്ലാ പൊടികളും, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ഉണ്ടെങ്കിൽ അങ്ങനത്തെ പൊടികളൊക്കെ നിങ്ങൾ ഈ ടൈമിൽ ചേർത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, മൂപ്പിക്കുക. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി എന്ത് ചെയ്യുക, നന്നായിട്ട് വഴറ്റി ഉടച്ച് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മീറ്റ് കഴുകി വെച്ച മട്ടൺ എന്ത് ചെയ്യുക, ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മട്ടൺ നമ്മൾ ഇട്ട് കൊടുത്ത് മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മട്ടനെ നമുക്ക് വേവിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈസിയും കൂടിയാണ്, നാടൻ മാത്രമല്ല ഈസി വേയും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് കുക്കറിലിട്ടിട്ട് പ്രഷർ എടുത്തിട്ട് നമുക്കതിനെ വേവിക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർത്ത് വെക്കുക. അപ്പോൾ മട്ടൻ കറിയുടെ കൂടെ അപ്പവും പൊറോട്ടയും ഒക്കെ കഴിക്കാം, പക്ഷെ നമ്മൾ ഇന്ന് നൂൽപ്പെട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മട്ടൻ കറി വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും പാനിലേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ നല്ല കറിവേപ്പില, നമ്മൾ വീട്ടിലെ മുറ്റത്തുനിന്ന് തന്നെ പറിച്ച കറിവേപ്പിലയാണ്, അതും ചേർത്ത് വെള്ളത്തിന് നന്നായിട്ട് വറ്റിച്ച് കൊടുക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ്, ഒരടപ്പ് വെളിച്ചെണ്ണ കൂടി ചേർക്കണം. എന്നിട്ട് അടച്ച് വെക്കണം കുറച്ച് സമയം. അപ്പോൾ നല്ല ചൂടുള്ള നൂൽപ്പോട്ടവും മട്ടൻ കറിയും കൂടിയിട്ട് നല്ലൊരു പിടി പിടിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കല്ലേ.